ഭക്തർക്ക് അനുഗ്രഹവർഷമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുഷ്പരഥോത്സവം. മലയാളികളടക്കം ഭക്തസഹസ്രങ്ങളാണ് ഈ പുണ്യനിമിഷത്തിന് സാക്ഷിയാകാൻ അമ്മയുടെ മുമ്പിലേക്ക് എത്തിയത്. മഹാനവമി ദിവസം വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നാളെ പുലർച്ചെ 3 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. സർവ്വതും അമ്മയിലേക്ക് സമർപ്പിച്ച നിമിഷങ്ങൾ. പ്രാർത്ഥനയോടെ 10,000ങ്ങൾ. ഭക്തിയും വിശ്വാസവും പാരമ്യത്തിൽ. ഉച്ചയ്ക്ക് 1:15 ഏറ്റവും മനോഹരമായി ഒരുക്കിയ പുഷ്പരഥത്തിലേറി അമ്മ ക്ഷേത്രത്തിന് വലം വെച്ചു. എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞു. എങ്ങും ദേവീ മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷം. അമ്മയുടെ അനുഗ്രഹ വർഷമായി പുഷ്പരഥോത്സവം. വലിയ നിയന്ത്രണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. അത്രയധികം ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഈ ദിവസം അമ്മയുടെ സന്നിധിയിലെത്താൻ കഴിയുന്നത് വലിയ ഭാഗ്യമായാണ് ഭക്തർ കാണുന്നത്. സന്നിധിയിലേക്ക് ഒരാൾക്ക് വരണമെന്ന് വിചാരിച്ചാൽ വരാൻ പറ്റില്ല എന്നാണ്. അമ്മ വിളിച്ചാൽ മാത്രമേ ഈ സന്നിധിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം. ഇന്നലെ തന്നെ ഞാനിവിടേക്ക് വരാൻ അവസാന നിമിഷമാണ് തീരുമാനിക്കുന്നത്, വരാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ വർഷവും പറ്റാവുമ്പോഴൊക്കെ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയെത്താറുണ്ട്. വല്ലാത്തൊരു അനുഭൂതിയാണ്. പ്രത്യേകിച്ച് വലിയ മഴ പെയ്യുന്നു, അവിടെ രഥം അമ്മ പുറത്ത് അമ്മയുടെ രഥത്തിലുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു. വല്ലാത്തൊരു അനുഭവമാണ്. ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒരു ആനന്ദ നിർവൃത്തി തന്നെയാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത്. 10,000 പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ് അമ്മയുടെ മക്കൾ. പുഷ്പരഥോത്സവത്തിന് ശേഷവും വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നാളെ പുലർച്ചെ 3 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. കേരളത്തിൽ നിന്നടക്കം 10,000ങ്ങൾ ഈ ചടങ്ങിലേക്കും ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്താനാണ് സാധ്യത. ടീം ജനം, കൊല്ലൂർ.